മച്ചാനെ, അപ്പോൾ നമ്മൾ ഒരു സ്ഥലം കണ്ടുപിടിച്ച് എയർപോർട്ടിൽ നിന്ന് ഇറങ്ങി ഒരു സ്ഥലം കണ്ടുപിടിച്ചിട്ട് ഏതോ ഫാക്ടറിയുടെ അടുത്തൊക്കെ ഇവിടെ നിന്ന് ഇറക്കി വിടാണ്ടിരുന്നാൽ മതിയായിരുന്നു. ഒരു 6 മണിക്കൂറെങ്കിലും മര്യാദക്ക് ഉറങ്ങണം. അപ്പോൾ എൻ്റെ കമ്പനിക്കാരൻ കുറച്ച് ഈ സാധനം സെറ്റ് ചെയ്ത് തന്നു. ലിഡിൽ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്, അവിടെ നിന്ന് ഇച്ചിരി മേടിച്ച്. ഒട്ടും നല്ലതല്ല, പക്ഷേ എനിക്ക് ഭയങ്കര ക്രേവിങ്സ്, ഷുഗർ ക്രേവിങ്സ്. അപ്പോൾ അങ്ങനെ അപ്പോൾ ഇനി കിടന്നുറങ്ങിയിട്ട് കുറച്ച് കഴിയുമ്പോൾ എനിക്ക് പോകണം. മച്ചാമാരെ, അപ്പോൾ നമ്മളിവിടെ നിന്ന് എണീറ്റിരിക്കുന്നു ഗൈസ്. ഇതാണ് നമ്മൾ കിടന്ന മരം, ഇതാണ് നമ്മൾ കിടന്ന ഏരിയ. അപ്പോൾ ഇന്ന് ഞെട്ടി എണീറ്റ്. എന്താ കാരണം എന്ന് വെച്ചാൽ ഇന്ന് പോണതിന് മുന്നേ എനിക്ക് ബോഡി ഗാർഡിൻ്റെ ഒരു പണി കിട്ടിയിട്ടുണ്ട്. 2 ദിവസം പണിയുള്ളൂ. ഇവിടുത്തെ വലിയൊരു ഫെസ്റ്റിവലിനാണ്. അപ്പോൾ അങ്ങോട്ട് പോകാനായിട്ട് ഓട്ടിപ്പടഞ്ഞിരിക്കണാണ്. 3:50 വണ്ടി. ഞാൻ 3:47 എണീക്കണത്. ഇതിന്ന് അലാറൊന്നും വർക്ക് ചെയ്തില്ല, തൈര്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ കമ്പനിക്കാരനെ വിളിച്ചപ്പോൾ ഭാഗ്യത്തിന് ടൈമിങ് ചേഞ്ച് ആയി വെച്ചാണേ. ഒരു നൈറ്റ് 9 മണിത്തേക്ക് ആക്കി. അത് ഞാൻ അറിഞ്ഞില്ല. മറ്റേവനെ വിളിച്ചപ്പോൾ അവൻ പറഞ്ഞ് മാറിയെന്ന്. സമാധാനമായി. ഇപ്പോൾ അവൻ്റെ വീട്ടിലോട്ട് വന്നു. ഈ ബാണ്ടക്കെട്ടൊക്കെ അവിടെ എടുത്ത് വെക്കാം. കാലിസ്തനിക്സിൻ്റെ ഒക്കെ ഗുരുവിൻ്റെ വീട്ടിലാണ് ഇപ്പോൾ വന്നേക്കുന്നത്. അവൻ നല്ല അടിപൊളി ഫുഡൊക്കെ ഉണ്ടാക്കി, സലാഡൊക്കെ ഉണ്ടാക്കി സെറ്റ് ചെയ്ത് വെച്ചാൽ ഞങ്ങൾ ബീച്ചിലൊക്കെ കുളിക്കാൻ പോയി. അപ്പോൾ നൈസ് ആയി കേട്ടോ. പ്രൊവയാണ് കേട്ടോ. ആള് ചിക്കനൊക്കെ കട്ട് ചെയ്യണത് ഒരു പ്രത്യേക രീതിയിലാണ്. നൈസ് വൈബ്. നല്ല സ്ക്രാമ്പിൾഡ് എഗ്സ്, നൈസ് സലാഡ്, ബ്രെഡ് വിച്ച് ഈസ് അലർജിക് ഫോർ മീ, എന്നാലും കുഴപ്പമില്ല. But this is guys, let me introduce to you guys to my teacher for calisthenics, Slajan. Yo, brother. Yo, brother. Nice camera, brother. Yeah. അപ്പോൾ ഞങ്ങൾ ഇത് കിട്ടിയ സാധനം കണ്ടിട്ടുണ്ട്. എൻ്റെ മോനെ. അപ്പോൾ കഴിക്കട്ടെ. ദൈവം തരുന്നു മനുഷ്യരുടെ രൂപത്തിൽ ഭക്ഷണം, സ്നേഹം എല്ലാമായിട്ട് നമ്മളത് മേടിക്കുന്നു. പ്രകൃതിയിൽ 10 ഇരട്ടിയായിട്ട് തിരിച്ചു കൊടുക്കുന്നു ഗൈസ്. ഓക്കെ. ഹലോ മച്ചാമാരെ, വേറെ മൂഡ്. ഞാനിപ്പോൾ ബാത്റൂമിൽ കയറിയിരിക്കുന്നതാണ്. വൈഡിലിട്ടിട്ടുണ്ട് കേട്ടോ. ഞാൻ കാണിച്ചു തരാം. 6-7 സ്റ്റേജ് ഉണ്ട്. അതിലൊരു മെഗാ സ്റ്റേജ് ഉണ്ട്. ഒരു 40 അടി പൊക്കത്തിലൊക്കെ സ്റ്റേജ് ഉണ്ടാക്കി വെച്ചിട്ട് വേറെ മൂഡ്. ഞാൻ VIP അവിടെ ബോഡി ഗാർഡ് ബ്ലാക്ക് ഹാറ്റ് എടുക്കണേ. എൻ്റെ ഒന്നേ പെൺപിള്ളേരൊക്കെ കാണണം വെച്ചാൽ പൊളി സാധനങ്ങൾ. അതുങ്ങൾ നമ്മളൊക്കെ നോക്കിയിട്ട് പോകുന്നുണ്ട്, പക്ഷേ തിരിച്ചു നോക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. എന്താ പറയുക, വേറൊരു മൂഡ് ഗൈസ്. ഞാൻ പറ്റുമോ നോക്കട്ടെ, നിങ്ങളെ ഫുള്ള് കാണിച്ചു തരാം. ഞാൻ എന്തായാലും കുറച്ച് കഴിയുമ്പോൾ നടക്കാൻ പ്ലാൻ ഉണ്ട്. അപ്പോൾ ഒന്ന് നടന്ന് കാണിച്ചു തരാൻ പറ്റുമോ നോക്കട്ടെ. ലെറ്റ്സ് നോക്കാം. എന്ന് പറയണ വലിയൊരു ക്ലബ്ബ്, മാൾട്ടയിലെ വലിയൊരു ക്ലബിൻ്റെ ഉള്ളിലെ പരിപാടിയാണ് ഗൈസ്. റെക്കോർഡ് ചെയ്യാൻ പാടില്ല, പണിയായിരിക്കും. അതുകൊണ്ട് ഞാൻ നൈസിന് ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. ഞാൻ ഇവിടെ VIP കാർഡിലേക്കാണ്. കനമൂട് ഗൈസ്, കനമൂട്. അയ്യോ, ട്ടോ. എക്സ്പ്രഷൻ അടിക്കാൻ പറ്റില്ല, കാരണം പണി പോകും. അവിടുത്തെ ആൾക്കാരുടെ വൈബൊക്കെ ക്യാപ്ചർ ചെയ്യാൻ വേണ്ടി ഇങ്ങനെ നടക്കുകയാണ്. ബെൽറ്റും കൂടെ ക്യാമറ ഇരിക്കുന്നത്. മ്യൂസിക് ആൾക്കാർ ആണെങ്കിൽ വേറെ വൈബിലും പിന്നൊക്കെ ഇട്ട് വേറെ മൂടൊക്കെ ഇരിക്കുന്നത്. വേറെ ലോകത്താണ് എല്ലാവരും. കണ്ണൊക്കെ കയറി
കണ്ണൊക്കെ മറച്ചു വെച്ചേക്കാനാണ്. കണ്ണട വെക്കാത്ത ആൾക്കാരുടെ കണ്ണുണ്ടാക്കിയ റെഡ് അടിച്ചിട്ട് മറ്റേ പ്രാക്ടോളൊരു മൂടി അടിക്കണാണ്. എന്നാൽ നല്ല വൈബ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പില്ലിട്ട ആൾക്കാരൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. കാരണം അവർ ഭയങ്കര വൈബായിരിക്കും. ഇവിടുത്തെ എനർജി ഭയങ്കര വൈബ്. ഡാൻസ് ഒക്കെ ചെയ്ത് ഞാനൊക്കെ ഏത് ക്ലബ്ബിൽ പോയാലും ഫസ്റ്റ് പോയി കണക്ട് ആവണം എന്നുള്ളത് ചെക്കന്മാരുടെ പെൺപിള്ളേരുടെ കൂടെ കണക്ട് ആയി കഴിഞ്ഞാൽ പിന്നെ അവരുടെ കൂടെ നടത്താം. വേറെ മൂടാണ്. എന്താ വെച്ചാൽ വേറെ മൂടെന്നുള്ള വേറെ ഭയങ്കര ഇതാ. പിന്നെ ഒരുപാട് കിട്ടുന്നൊരു പാർട്ടിയിൽ ബിക്കിനി ഷഡ്ഡി എന്ന് പറയുന്നത് ഷഡ്ഡി എന്ന് പോലും പറയാൻ പറ്റില്ല, ബ്രേസർ എന്ന് പോലും പറയാൻ പറ്റില്ല. വെറുതെ ഒരു തല്ലോടെ വലിച്ചിട്ടിട്ട് നല്ല ചേലൊക്കെ അവരെയൊക്കെ കാണാൻ പാർട്ടി കൂടുതൽ വന്നേക്കണായിരുന്നു. ഉറപ്പായിട്ടും അവരുടെ കൂടെ മേടിച്ച് കിടക്കായിരുന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ബോഡി ഗാർഡൊന്നും രീതി വന്നായിരുന്നു. എല്ലാം മിസ്സായി പോയി ഗൈസ്. മിക്കവരും യു കെ എന്നാണ് പിള്ളേരൊക്കെ യു കെ എന്ന് കുറേ പിള്ളേരൊക്കെ വന്നിട്ടുണ്ട് ഗൈസ്. പിന്നെ അങ്ങനെ മാക്സിമം നടന്ന് കാര്യങ്ങളൊക്കെ ക്യാപ്ചർ ചെയ്യുന്നത് എല്ലാം നിങ്ങൾക്ക് വേണ്ടി ഗൈസ്. മൈ ഗൈസ് ആൻഡ് പ്രിയപ്പെട്ട ഗൈസ് ഒരുക്കുന്നു ചെറിയൊരു പാർട്ടി ഗൈസ്. അപ്പോൾ ഇതാണ്ടാക്കി ചിന്ന സ്റ്റേഡിൽ നമ്മളിനി ഇന്ന് തിരിച്ചു വേണേണ്. അല്ലെങ്കിൽ ഇവിടെ കിടന്ന് കറങ്ങി കഴിഞ്ഞാൽ സൂപ്പർവൈസർ വന്നിട്ട് അപ്പോൾ തന്നെ പണി കറിക്കും. അത് പറഞ്ഞോടാണ്. അപ്പം തന്നെ പറഞ്ഞു ചാനൽ പോകും. അങ്ങനെ നടന്നു പോകുന്നു. ഇനിയിപ്പോൾ അവിടെ തിരിച്ചു പോയി നിൽക്കണം. എല്ലാവരും നല്ല വൈബിട്ടോ. അടിപൊളി മ്യൂസിക്കും ഡി ജെയും കാര്യങ്ങളും. നിങ്ങളുടെ കുറച്ച് രണ്ടാമത്തെ ദിവസം കുറച്ചുകൂടി ബെറ്ററായിട്ട് ക്യാപ്ചർ ചെയ്യുന്നുണ്ട്. അച്ഛന്മാരെ അതാണ് മൂഡ്. നൈസിന് ഞാൻ ഇറങ്ങി കാണിച്ചു തന്നിട്ടുണ്ട്. എന്റെ മോനെ വേറൊരു മൂഡ്. ലൈറ്റൊക്കെ നോക്കി ഞങ്ങള് മോനെ വേറൊരു മൂടായില്ലേ മൊത്തം. ഒരുമാതിരി ലൈറ്റൊക്കെ അടിച്ച് ലൈറ്റും സ്പോട്ട് ലൈറ്റും എല്ലാം കൂടി ആയപ്പോ വേറെ ലെവല് മച്ചാനെ. 1:20 ഇനി ഒരു ഡിജെ കൂടി വരാണ്ട് 2 മണി തൊട്ട് 4 മണി വരെ പ്ലേ ചെയ്യണം. അവനാണ് ടോപ്പ്. അവന്റെ വേറെ ലെവലായിരിക്കും കഴിച്ച്. എന്റെ മോനെ ഇവിടെ നിൽക്കാൻ പറ്റുള്ള അമ്മാതിരി പാസും അമ്മാതിരി വോളിയും അമ്മാതിരി വൈബും കാണണം നിങ്ങള്. എന്റെ മോനെ ഇതുപോലത്തെ പാർട്ടിക്ക് വർഷത്തിലെങ്കിലും ഒരിക്കലൊക്കെ അറ്റൻഡ് ചെയ്തില്ലേ പിന്നെ എന്ത് ലൈഫ് വെച്ചാണ്. വേറെ മൂഡ് വെച്ചാണ്. എന്റെ പൊന്നു മോനെ ആ സ്ക്രീൻ കണ്ടിട്ട് തന്നെ ഞാനിവിടെ പച്ചക്ക് നിന്നിട്ട് ട്രിപ്പായി പോണു. വേറെ മൂഡ്. ആ സ്ക്രീനിന്റെ ലൈറ്റ്സും ഒരുപാട് ലൈറ്റ്സ്. ഇവിടെ മിക്കവരും പില്ലൊക്കെ ഇട്ട് പേപ്പറൊക്കെ ഇട്ടാ നിൽക്കണം. അവന്മാരുടെയൊക്കെ അവസ്ഥ കിളി പറക്കണ്ടോ. നോക്കി നോക്കി മച്ചാനെ. ഇപ്പോൾ ഇവിടുത്തെ പരിപാടി ഇന്ന് കഴിഞ്ഞ് ഗൈസ്. അപ്പോൾ ഇവിടെ എന്താ പറയുക, ഇതാണ് അവസ്ഥ. ഒക്കെ തന്നെ പുറത്തോട്ട് ഇറക്കി വിടണമായിരുന്നു. ഇറക്കി വിട്ട് സ്റ്റേജ് കണ്ടോ. പക്ഷെ എൻ്റെ പൊന്നോ പൊളി ഫ്രീക്കിങ് വൈബായിരുന്നു. ഇനിയിപ്പോൾ നാളെ ഇതിൻ്റെ റിപ്പീറ്റ് ഉണ്ട്. അടുത്ത പരിപാടി ഉണ്ട്. കാരണം ഇത് 4 ദിവസത്തെ ഫെസ്റ്റിവലാണ്. അപ്പോൾ അങ്ങനെ കാര്യങ്ങൾ ഗൈസ്. കാരണം മൂഡ് പൊളി മൂഡ് ഹെവി വൈബ്. അപ്പോൾ ഇനി ഇവിടെ നിന്ന് പോകണം. നന്നായിട്ട് കിടന്ന് ഉറങ്ങണം. അടുത്ത പരിപാടി ഇതാണ്ടോ നമ്മുടെ ടീമാണ്. രാവിലെ 6 മണി ആയി. അയ്യോ ഞാനും സ്ലജനും തിരിച്ച് വന്നേക്കണ് റൂമിൽ. ഇനി എൻ്റെ ബാഗ് ഇവിടെ നിന്ന് എടുത്തിട്ട് വേറെ സ്ഥലത്ത് പോകണം. എന്നിട്ട് ഒന്നും കൂടി ഉണ്ട് ഡ്യൂട്ടി. അങ്ങോട്ട് സെറ്റ് ചെയ്തിട്ട് പോകണം. ഉറങ്ങട്ടെ. നല്ല ക്ലിയർ വെള്ളം പുറത്ത് നടക്കണേണ്.
ഉണ്ടോ വെള്ളം എടുക്കണ്ട അവിടെ സൈഡില് വാട്ടർ ടാങ്കാർ എടുത്ത് ചാടിയാണ്. പക്ഷെ നീന്താനുള്ളൊരു എനർജി ഇല്ല ഗൈസ്. ഇനിയിപ്പോൾ ഇവിടെ കുറച്ച് നേരം ഇരുന്ന് മെഡിറ്റേഷനൊക്കെ ചെയ്തിട്ട് പോവാന്ന് വിചാരിക്കണ്. നല്ല ആംബിയൻസ് അല്ലേ നോക്കിയേ. ഒരപ്പാപ്പൻ അമ്മാമ്മ മീൻ പിടിക്കണ്. നല്ലൊരു ആംബിയൻസ്. കുറച്ച് നേരം കണ്ണടച്ചിരിക്കട്ടെ. മാൾട്ടാസ് നൈറ്റ് ലൈഫ് ഡെസ്റ്റിനേഷൻ. ഇതാണ് ഇവിടുത്തെ മോഡ്. ഇത്രയും സ്റ്റേജുകളുണ്ട്. 10 സ്റ്റേജും ഈ ഒറ്റ സ്ഥലത്ത്. നമ്മുടെ ടീമുകളൊക്കെ ഇവിടെ ഉണ്ട്. നമ്മൾ ഇന്നലെ നിന്ന മെയിൻ സ്റ്റേജ് ഇതാണ്. എൻ്റെ ഫ്രണ്ടിൽ കാണാം. ഇതാണ് ഗൈസ് ആ ഒരു സ്റ്റേജ്. എൻ്റെ ബാക്കിൽ കൂടി ആരെങ്കിലും ചാടിക്കാൻ പറ്റുമോ നോക്കണം. നമ്മുടെ ചങ്ക് 1-2 പേരുണ്ട് പിള്ളേർ. എൻ്റെ മോനെ പൊളി. ഓഡിയോ ബുക്കൊക്കെ കണ്ടിരിക്കാനാണ് മച്ചാനെ. ഇവിടെ എൻ്റെ മോനെ വേറെ സീനായിക്കൊണ്ടിരിക്കാനാണ് പാർട്ടി. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇപ്പൊ ഒരു പകുതിയായി ടൈം. ഇനിയും വേണ്ട ഒരു 6 മണിക്കൂറും കൂടി ഇങ്ങനെ കുത്തിക്കണം. ഞാൻ ഇപ്പൊ ചെറുതായിട്ട് വർക്കൗട്ടൊക്കെ ചെയ്ത് ഇങ്ങനെ സിറ്റപ്പും സ്ട്രെച്ചിങ് ഒക്കെ ചെയ്ത് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കണാണ് ഗൈസ്. ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം മച്ചാനെ. കണ്ടു നോക്ക് ഗ്ലിച്ച് ഫെസ്റ്റിവൽ മാൾട്ട. സ്പോട്ട് മാറ്റിട്ടേക്കണേ മച്ചാനെ. ആരെങ്കിലും മതിലാടി കയറണുണ്ടാവുന്ന നോക്കലാണ് ഇപ്പൊ എന്റെ പണി. കുറച്ച് കഴിയുമ്പോ അടുത്ത സ്പോട്ട് അടുത്ത ആഴ്ച ഇവിടെ സുഖമുണ്ടോ? ഒടുക്കത്തെ ഒച്ചയാണ്. ഇവിടെ ആകുമ്പോ എവിടെയെങ്കിലൊക്കെ ഇരിക്കാം. മണിക്കൂറായി നിക്കണത്. 12 മണിക്കൂർ കഴിഞ്ഞ് കാലൊക്കെ പൊളിഞ്ഞു പോയി. കഴിയാറായി പരിപാടി. 3:30 കഴിഞ്ഞ്. ഇനിയിപ്പോ അധികം ടൈമില്ല. പാർട്ടിയൊക്കെ നല്ല വൈബായിട്ട് പോണേ. അപ്പൊ ലാസ്റ്റ് ടൈമാണ് ഗൈസ്. പൊളി വൈബ്. എല്ലാവരും വെറുതെ കട്ടത്തുള്ളതാ. ഞാനിപ്പോ ബാക്ക് സ്റ്റേജിലോട്ട് കയറ്റണ ഏറ്റവും മെയിൻ സ്ഥലത്താണ് നിൽക്കണത്. ഇവിടെ ഒരുപാട് പേര് കയറണം എന്നൊക്കെ പറഞ്ഞു. ഒരു പെണ്ണെന്റെ മേത്തൊക്കെ കയറി പിടിച്ചിട്ട് അവള് കയറണമെന്നൊക്കെ പറയും. അവളിത് ഒഴിവാക്കി, ഒരുപാട് പേരെ ഒഴിവാക്കിയിട്ട്. കാരണം സെക്യൂരിറ്റി ഭയങ്കര പ്രശ്നം നോക്കും. അകത്തോട്ട് കയറി കഴിഞ്ഞാൽ അവരെന്തായാലും പാർട്ടിയിൽ നിന്ന് തന്നെ പുറത്താക്കും. സീനാണ്. എനിക്ക് ചെയ്തേക്കും, അവരെ പുറത്താക്കുകയും ചെയ്യും. അപ്പോൾ ഞാനാണെങ്കിൽ നൈസിന് കയറ്റി വിടാനേ. വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള പരിപാടിയല്ല വെച്ചാണേ. അപ്പൊ വേറൊരു ക്യാരക്ടറാണ് ഈ പണിയെടുക്കുമ്പോ. അങ്ങനെ എന്നാലും പണി നടക്കുള്ളൂ. നമ്മള് കൂൾ ആൻഡ് നൈസ് വൈബാണ്. പക്ഷെ അതിവിടെ നടക്കില്ല. ഇവിടെ റഫ് ആൻഡ് ടഫ് തന്നെ വേണം. ഇരിക്കാണ്ടും ഒന്നുമില്ലാണ്ട്. അപ്പൊ ലാസ്റ്റ് മൂമെന്റ്സ് ഗൈസ്, പാർട്ടി വൈബ്. Thank you.
പോട്ടെ ഇവിടെ നിന്ന് പണിയോ ചെറുതായിട്ടൊന്ന് കാണിച്ചു തന്നുണ്ട്. ഓക്കെ ചമ്മറി പരിപാടി കഴിഞ്ഞു, ഇന്നത്തോടെ പണിയും കഴിഞ്ഞു. അപ്പോ നമ്മുടെ ഫ്ലൈറ്റ് ടിക്കറ്റിനുള്ള പൈസ കിട്ടാനുള്ള വകുപ്പ് റെഡി ആയിരിക്കണേ. അപ്പോ ഇതൊക്കെ കഴിഞ്ഞ് മച്ചാനെ എന്താ പറയാ, 2 ദിവസം സെക്യൂരിറ്റി പണിയൊക്കെ ചെയ്തെടുത്ത് ഉപ്പാടുള്ള ഈ കാലുവിന് ഇപ്പോഴും മാറിയിട്ടില്ല. എന്നിട്ട് അതിൻ്റെ പുറകെ ഇന്ന് എണീറ്റപ്പോൾ തന്നെ നമ്മുടെ മച്ചാൻ ഫ്രിക്കൻ, നമ്മുടെ ആശാൻ സെർബിയക്കാരൻ സ്ലാജൻ, അവൻ്റെ അടുത്ത് പോയി നല്ല രീതിക്കൊന്ന് വർക്കൗട്ട് ചെയ്ത് പാറ്റിപ്പിളക്കി തന്നവൻ. എന്നിട്ടിപ്പോൾ അതിൻ്റെ ക്ഷീണമൊക്കെ മാറ്റാൻ വേണ്ടി നമ്മുടെ കമ്പനിക്കാർ എല്ലാവരൊക്കെ ഇട്ട് നൈസ് മന്തി ഉണ്ടാക്കാൻ പോകണാണ് ഗൈസ്. സാധനം ഇട്ടിട്ടുണ്ട്, വളരെ സിമ്പിൾ മന്തി ഗൈസ്. പുതിയ ഈ റൈസിടെ നമ്മുടെ ചിക്കൻ അങ്ങോട്ട് വേവിച്ച വെള്ളത്തിൽ നമ്മുടെ കുറച്ച് സാധനങ്ങളൊക്കെ ഇട്ട് ക്യൂബ്സൊക്കെ ഇട്ടിട്ട് റൈസ് പുഴുങ്ങിയെടുക്കുക. വളരെ സിമ്പിൾ ഗൈസ്. അതെ നമ്മുടെ കമ്പനിക്കാരൻ. അപ്പോൾ വേറെ ആൾക്കാരൊക്കെ ഓൺ ദ വേ ആണ് ഗൈസ്. ഇപ്പോൾ മന്തി ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ബാക്കി കാണിച്ചിരുന്നു. അപ്പോൾ നമ്മൾ ഉണ്ടാക്കി വന്ന് മന്തി എന്നുള്ള ഇന്ന് ഒരുപാട് കറികൾ മാറി. ഒരു ലോഡ് കറി, ചിക്കൻ, പൊട്ടറ്റോ, അവറാത്ത്, മന്തി, പിന്നെ ഐസ് ടീം. വേറെ മൂഡ് ഗൈസ്. ഞങ്ങളെല്ലാം കൂടി കഴിക്കാൻ പോകണം. ഓക്കെ.